ശാന്തനുവിന്റെ ദുഃഖം കണ്ട് ദേവവൃതൻ അച്ഛൻ വാക്ക് കൊടുക്കുന്നു. അച്ഛാ, അങ്ങ് രാജ്യകാര്യങ്ങളിൽ സങ്കടപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. എന്റെ അനുജൻ വളർന്നു വരുന്നതുവരെ രാജ്യം ഞാൻ നോക്കും. പിന്നീട് അനുജൻ സിംഹാസനം നൽകി ഹസ്തിനപുരിയുടെ രാജാവാക്കും. എന്റെ അനുജനെ രാജ്യകാര്യങ്ങളിൽ ഞാൻ സഹായിക്കും. ഇത് എത്ര തലമുറ വരെ വേണമെങ്കിലും ഞാൻ തുടരും. ഇനി എന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നതുവരെ ഹസ്തനപുരിയിലെ രാജാവിനെ സേവിക്കലായിരിക്കും എന്റെ ജീവിതലക്ഷ്യം. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന എല്ലാവരെയും ഞാൻ എന്റെ അച്ഛനെ എന്ന പോലെ സഹായിക്കും. ഈ ഹസ്തിനപുരി സുരക്ഷിതമായ കരങ്ങളിൽ ആണ് എന്ന് എനിക്ക് ഉറപ്പുകിട്ടുന്നതുവരെ ഞാൻ ജീവിക്കും. ഞാൻ എന്റെ നാടിനെ സംരക്ഷിക്കും. ദേവവൃതൻ അച്ഛനെ ഓരോന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുറച്ചുകാലം കഴിഞ്ഞു. പ്രായം ഒരുപാട് ആയതിനാൽ ഹസ്തിനപുരിയിലെ രാജഗുരു ഇനി രാജ്യകാര്യങ്ങൾ താൻ നോക്കുന്നത് ശരിയാവില്ല എന്ന് മനസ്സിലാക്കി തന്റെ വളർത്തുപുത്രനായ കൃപനെ രാജഗുരുവാക്കിയ ശേഷം വനത്തിൽ തപസ്സു ചെയ്യാനായി പോയി. ഭീഷ്മർ പെട്ടെന്ന് തന്നെ കൃപനുമായി ചങ്ങാത്തത്തിലായി. നല്ല സുഹൃത്തുക്കളായി മാറി. ഒരിക്കൽ ഭീഷ്മർ കൃപനോട് സഹോദരിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കൃപൻ പറഞ്ഞു, സഹോദരിയെ ദ്രോണാചാര്യർ എന്ന് മഹാനായ ഒരു ബ്രാഹ്മണനാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അദ്ദേഹം രാജകുമാരന്മാരെ ആയുധവിദ്യകൾ പഠിപ്പിക്കാൻ കേമനാണ്. ദ്രോണാചാര്യരെക്കുറിച്ച് നേരത്തെ തന്നെ ഭീഷ്മർക്ക് അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ പത്നിയാകാൻ കഴിഞ്ഞത് കൃപയുടെ ഭാഗ്യമാണ് എന്ന് ഭീഷ്മർ പറഞ്ഞു. അത് ശരിയാണെന്നു കൃപരും സമ്മതിച്ചു. വിവാഹം കഴിക്കാതെ ജീവിതം ഹസ്തിനപുരിയുടെ നേട്ടത്തിനായി ഒഴിഞ്ഞുവച്ച ഭീഷ്മരെ ഓർത്ത് പിതാവിന് വലിയ സങ്കടം ഉണ്ടായിരുന്നു. സത്യവതിയും ശന്തനുവും ഭീഷ്മരുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അവർ ആണെന്ന് വിശ്വസിക്കുകയും സദാ വേവലാതിപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു. കുറച്ചുകാലത്തിനുശേഷം സത്യവതി 2 ആൺകുഞ്ഞുങ്ങളെ പ്രസവിച്ചു. അവർക്കു ചിത്രാംഗദൻ എന്നും വിചിത്രവീര്യൻ എന്നും പേരിട്ടു. പക്ഷേ കുഞ്ഞുങ്ങളുടെ ജനനം ശാന്തനുവിനെ കൂടുതൽ അസ്വസ്ഥനാക്കി. ഭീഷ്മരുടെ ജീവിതം ഇങ്ങനെ ആയതു താൻ കാരണം ആണെന്നുള്ള ചിന്ത സത്യവതിയെയും ശാന്തനുവിനെയും വേട്ടയാടിയിരുന്നു. ഈ ദുഃഖഭാരം താങ്ങാൻ ആവാതെ ശാന്തനു മരണപ്പെട്ടു. 2 കുമാരന്മാരെയും ഭീഷ്മറിനെ ഏൽപ്പിച്ച ശേഷമാണ് അദ്ദേഹം മരിച്ചത്. ഭീഷ്മർ രാജ്യകാര്യങ്ങൾക്കൊപ്പം അവരുടെയും കാര്യങ്ങൾ നോക്കിയിരുന്നു. ശന്തനുവിന് സത്യവതിയിൽ ചിത്രാംഗദൻ, വിചിത്രവീര്യൻ എന്നീ മക്കളാണ്. ചിത്രാംഗദൻ ചെറുപ്പത്തിൽ തന്നെ അതേ പേരുള്ള ഒരു ഗന്ധർവന്റെ കൈയാൽ വധിക്കപ്പെട്ടു. വിചിത്രവീര്യൻ വിവാഹപ്രായമായപ്പോൾ കാശി രാജ്യത്തെ അംബ, അംബിക, അംബാലിക എന്നീ രാജകുമാരിമാരെ ഭീഷ്മർ ബലമായി പിടിച്ചുകൊണ്ടുവന്നു. എന്നാൽ മറ്റൊരു രാജാവുമായി താൻ പ്രണയത്തിലാണെന്ന് അംബ ഭീഷ്മരെ അറിയിച്ചു. ഭീഷ്മർ തുടർന്ന് അംബയെ പറഞ്ഞേച്ച് വിചിത്രവീര്യനെ അംബിക, അംബാലിക എന്നിവരുമായി വിവാഹം കഴിപ്പിച്ചു. എന്നാൽ കാമുകനാൽ നിരസിക്കപ്പെട്ട അംബ ഭീഷ്മരോട് തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. ഭീഷ്മർ ഈ ആവശ്യം തള്ളിക്കളഞ്ഞു. ഇതു കാരണം പ്രതികാരദാഹിനിയായി മാറുന്ന അംബയാണ് പിന്നീട് ശിഖണ്ഡിയായി മാറുന്നത്. അടുത്ത ഭാഗവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി.